January 22nd shift to question number 15 ലേക്ക് നമുക്ക് കിടക്കാം. A spectral line will be observed for a 2px 2py transition. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കളെ 2px 2py 2px 2py 2pz ഒക്കെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുമ്പോൾ സ്പെക്ട്രൽ ലൈൻ ഉണ്ടാവുക. സ്പെക്ട്രൽ ലൈൻ എപ്പോഴാണ് ഉണ്ടാവുക? വെൻ എനർജി ഈസ് അബ്സോർബ്ഡ് അല്ലെ, വെൻ എനർജി ഈസ് അബ്സോർബ്ഡ്, അതായത് ഓർബിറ്റൽസ് തമ്മിൽ എനർജി ഡിഫറൻസ് ഉണ്ട്. ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, അപ്പോൾ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടും, എന്നിട്ട് ഇലക്ട്രോൺ തിരിച്ചു ചാടുമ്പോൾ എനർജി റിലീസ് ചെയ്യും. അബ്സോർപ്ഷൻ എമിഷൻ സ്പെക്ട്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫ്രം എ ലോവർ ഓർബിറ്റ് ടു ഹയർ ഓർബിറ്റ്, അല്ലെങ്കിൽ ഹയർ ഓർബിറ്റ് ടു ലോവർ ഓർബിറ്റ് ചാടുമ്പോഴാണ് സ്പെക്ട്രൽ ലൈൻ ഒബ്സർവ് ചെയ്യുക. അല്ലാണ്ട് ഡീജനറേറ്റ് ഓർബിറ്റൽസിലേക്കുള്ള ചാട്ടത്തിൽ സ്പെക്ട്രൽ ലൈൻ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനർജി ഗ്യാപ്പ് ഇല്ലല്ലോ അവിടെ. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഫോൾസ്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണ്. 2px and 2py ആർ ഡീജനറേറ്റ് ഓർബിറ്റൽസ്, അത് കറക്റ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ട്രൂ. 65 ഓപ്ഷൻ നമ്പർ 4 ആണ് വരിക. ഏത് ചാപ്റ്ററിലെയാണ്? അറ്റോമിക് സ്ട്രക്ചറിലെയാണ്. ഓർബിറ്റൽസ്, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ, ക്വാണ്ടം നമ്പേഴ്സ് ഉള്ള ടോപ്പിക്കാണിത്. സിമ്പിൾ, വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് ആലോചിച്ചാൽ മതി. ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം ജസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ടി വരും. പെട്ടെന്ന് അങ്ങോട്ട് ട്രാൻസിഷൻ എന്ന് കഴിക്കുമ്പോൾ ചില സ്റ്റുഡൻസ് സ്പെക്ട്രൽ ലൈൻ എന്ന് പറയും. പക്ഷെ ട്രാൻസിഷൻ ഫ്രം ഓർബിറ്റൽ വിത്ത് ലോവർ എനർജി ടു ഹയർ എനർജി, അല്ലെങ്കിൽ ഹയർ എനർജി ടു ലോവർ എനർജി, അപ്പോഴാണ് സ്പെക്ട്രൽ ലൈൻസ് ഒബ്സർവ് ചെയ്യുക നമ്മൾ, അല്ലേ? ലൈൻ സ്പെക്ട്രം അപ്പോഴാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. എനർജി ഗ്യാപ്പ് വേണം.